അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോണത് വേളാങ്കണ്ണിയിലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ ആ യാത്രയുടെ തുടക്കമാണ്. നമ്മൾ പെരിഞ്ചേരി ട്രാവൽസിലാണ് ബസ് ബുക്ക് ചെയ്തത്. നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഇവിടെ സൈഡിൽ പ്യൂരിഫൈഡ് വാട്ടർ ഉണ്ട്. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനത്തെ വെള്ള കാര്യങ്ങളാണ്. വയറ് പ്രശ്നവും. നമ്മൾ പിന്നെ അടുത്തത് പോകുന്നത് കണ്ടോ, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പെരിഞ്ചേരിയുടെ ഫുഡിൻ്റെ സ്ഥലം വരുന്നത്. നമുക്ക് ഇവർ ഇന്നലെ തന്നെ 3 ടോക്കൺ തന്നിരുന്നു. അതിൽ ആദ്യത്തെ ടോക്കൺ ഇപ്പം ഇന്ന് കാലത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. പള്ളി കുർബാന തുടങ്ങി. ആ നേരെ അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ ഒന്ന് കാണാനായിട്ട് പോയി. എന്താണ് അവിടെ നടക്കുന്നത്, എന്തിനാണ് ഇപ്പോൾ അടച്ചിട്ടേക്കുന്നത് നോക്കി. എനിക്ക് തോന്നുന്നത് ഈ വരുന്ന സെപ്റ്റംബറിൽ അവരുടെ പള്ളിയുടെ, അതായത് നമ്മുടെ വേളാങ്കണ്ണി പള്ളിയുടെ
ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പള്ളി തന്നെയാണ്. ഇതിൻ്റെ മുകളിലുള്ള ഹെലിക്യാം വ്യൂ എന്ന് പറയുന്നത് കുരിശിൻ്റെ ടൈപ്പിലാണ് ഈ പള്ളി ഉണ്ടാക്കി വെച്ചേക്കുന്നത്, കുരിശിൻ്റെ രൂപത്തിൽ. ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ആ ഡോറൊന്നും ഓപ്പൺ ആയിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ ഫ്രണ്ടിലെ പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെ നിറച്ച് മുളയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ബീച്ചിലേക്ക് നടന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബീച്ചിലേക്ക് പോകുമ്പോൾ നല്ല ചൂട് തന്നെയാണ്, ഉച്ച സമയമായിരുന്നു. പിന്നെ ഭക്ഷണം കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ മെഴുതിരി പ്രദക്ഷിണത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മെഴുതിരി കത്തിക്കാനായിട്ട്, പ്രദക്ഷിണത്തിനല്ല, നമ്മൾ കുറച്ച് മെഴുതിരി പ്രാർത്ഥനകളും നേർച്ചകളും ഉണ്ടായിരുന്നു. അത് കത്തിച്ചതിന് ശേഷം മാതാവിൻ്റെ മുമ്പിലായിട്ട് തന്നെ കത്തിച്ച ഈ പള്ളിയുടെ സൈഡിലായിട്ട്. അങ്ങനെ ഈ പള്ളി കാണാനും നമ്മൾ ഇറങ്ങിയായിരുന്നു. വേളാങ്കണ്ണിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കുറേ പള്ളികളും കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് പല സൈഡിലായിട്ട്, നേർച്ചകളും കാര്യങ്ങളും. ഇതൊന്നും ചെയ്യാതെ പോകുന്നത് ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക് അത് പറ്റില്ല. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ പോകുള്ളൂ. ഈ പള്ളിയുടെ മുൾവശത്തായിട്ട് എന്തോ പ്രാർത്ഥന കുർബാന നടക്കുന്നുണ്ട്. അതിൻ്റെ ഒച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാമല്ലോ. ഞാൻ വിചാരിച്ച താഴെയായിരുന്നു, അല്ല. പിന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രണ്ട് സൈഡിലായിട്ട് ഞാനൊരു കാഴ്ച കണ്ടത്. ഈ മോർണിംഗ് സ്റ്റാർ പള്ളി വരുന്നാൾ മുമ്പ് ആദ്യമൊക്കെ ഈ പള്ളിയിലായിരുന്നു നമ്മുടെ മലയാളം കുർബാന വരുന്നുണ്ടായിരുന്നത്. പിന്നീടാണ് ഇപ്പോൾ വലിയ മോർണിംഗ് സ്റ്റാർ പള്ളി വന്നേക്കുന്നത്. അപ്പോൾ അവിടെ അറ്റകുറ്റ പണിയായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഷെഡിലേക്കുള്ള മാറ്റം വന്നേക്കുന്നത്. ഇനി കുറച്ച് നാളും കൂടി ഉണ്ടാവും എന്നാണ് അവിടുത്തെ അച്ഛൻ പറഞ്ഞത്, ആ പള്ളിയിലുള്ള കുർബാന. അങ്ങനെ നമ്മൾ ഈ പള്ളിയുടെ ഫ്രണ്ട് സൈഡിലേക്ക് എത്തിയേക്കാണ്. ഈ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ കാണാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പള്ളി തന്നെയാണ്. താഴത്തും മുകളിലായിട്ടും ഇതിൻ്റെ കുർബാനകൾ നടക്കാറുണ്ട്. ഇപ്പം മോൾ വശത്ത് എന്തോ കുർബാനയോ എന്തോ പ്രാർത്ഥനകളോ കാര്യങ്ങളോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചറിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അവിടെ എന്തോ മരണത്തിൻ്റെ ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള വ്യൂ. അത്യാവശ്യം നല്ല വലുപ്പം തന്നെയുണ്ട് കാണുമ്പോൾ. അടുത്തേക്ക് എത്തുമ്പോഴാണ് ഫീലാവുള്ളൂ. പിന്നെ കാറ്റിൻ്റെ ശക്തി കൂടുതലുള്ളതുകൊണ്ട് കുട നമ്മൾ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ കുട പറന്നു പോകും നമ്മുടെ കയ്യിൽ. അങ്ങനെ നമ്മൾ ഈ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അപ്പം നമുക്ക് കാണാം ഇവിടെ എന്തോ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട്, ശവസംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടൊരു വണ്ടി വന്ന് നിൽക്കുന്നതായിട്ട്, പൂക്കളൊക്കെ ഇട്ടിട്ട്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ദൂരത്ത് പള്ളി തന്നെ കാണാം. ആ പള്ളിയിലേക്ക് നമ്മൾ കയറിയില്ല, പിന്നെ കുറച്ച് സ്പീഡിൽ നടന്നു റൂമിലേക്ക്.
അങ്ങനെ നമ്മൾ നടന്ന് ഫ്രണ്ടിലേക്ക് എത്തിയപ്പോൾ ഇവിടുത്തെ നമ്മൾ ആ ഒരു ഹോളി വാട്ടർ മേടിക്കാനും അതേപോലെ തന്നെ ഓയിൽ മേടിക്കാനും പിന്നെ ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് നടക്കുമ്പോൾ ഒരു മാതാവിൻ്റെ രൂപം കാണാൻ പറ്റും. അവിടെയും നമ്മൾ പോയി കുറച്ച് നേരം ഇരുന്നായിരുന്നു. ഇവിടെ നിന്ന് ഫുള്ള് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഈ ചേട്ടൻ വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ എല്ലാം ഓക്കെയാണ്. അവിടെ നിന്ന് മാതാവിൻ്റെ രൂപം പ്രദക്ഷിണം വരുന്നുണ്ട്. ഇവിടെ കാണുന്ന ഒരു ലോറിയിലൊക്കെയാണ് ഈ മാതാവിനെ കൊണ്ട് കയറ്റുന്നത്. ഈ കാണുന്ന ലോറിയിലേക്ക് പ്രദക്ഷിണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും നോക്കിയിരുന്നു. புனித மரியே இறைவனின் தாயே பாவிகளாயிருக்கிறீர்களுக்காக இப்பொழுதும் எங்கள் இறப்பின் வேளையிலும் வேண்டிக் கொள்ளும் ஆமென். பரிநிறைந்த மரியே வாழ்க, ஆண்டவரை உடனே பெண்களுள் ஆசிர் பெற்றவர் நீரே. உம்முடைய திருவயிற்றின் கன்னியாகிய இயேசுவும் ஆசி பெற்றவரே. புனித மரியே இறைவனின் தாயே பாவிகளாயிருக்கிறீர்களுக்காக இப்பொழுதும் எங்கள் இறப்பின் வேளையிலும் வேண்டிக் கொள்ளும் ஆமென். பரிநிறைந்த மரியே வாழ்க, ஆண்டவரை உடனே பெண்களுள் ஆசிர் பெற்றவர் நீரே. உம்முடைய திருவயிற்றின் கன்னியாகிய தந்தைக்கும் மகனுக்கும் தூய ஆவியாருக்கும் ஆட்சி உண்டாகுக. தொடக்கத்தில் இருந்தது போல இப்பொழுதும் எப்பொழுதும் என்றென்றும் இருப்பதாக ஆமென். எங்கள் பாவங்களை மன்னியும், நரகத்திலிருந்து எங்களை மீட்டருளும், எல்லாரையும் விண்ணுலக பாதையில் நடத்தியருளும். உமது இரக்கம் யாருக்கு அதிகம் தேவையோ அவர்களுக்கு சிறப்பாக உதவி புரிந்தருளும். முதன்மை வானதூதரான புனித மிக்கேலே, வானதூதர்களான புனித கபிரியேலே, ரபேலே, திருத்தூதர்களான புனித பேதுருவே, பவுலே, யோவானே, நாங்கள் எத்துணை மன்னிப்பது போல எங்கள் குற்றங்களை மன்னியும், எங்களை சோதனைக்கு உட்படுத்தாதையும், தீமையிலிருந்து எங்களை விடுவித்தருளும். ஆமென். அருள் நிறைந்த மரியே வாழ்க, ஆண்டவர் உம்முடனே. இறைவனின் தாயே, பாவிகளாய் இருக்கிற எங்களுக்காக இப்பொழுதும் எங்கள் இறப்பின் வேளையிலும் வேண்டிக் கொள்ளும். ஆமென். தந்தைக்கும் மகனுக்கும் தூய ஆவியாருக்கும் ஆட்சி உண்டாகுக. தொடக்கத்தில் Hello.